ഉത്സവം കാണാൻ വേണ്ടി ഒരു ഫാമിലി ഉത്സവം കാണാൻ വേണ്ടി പോവാണ്. പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അതിക്രൂരമായിട്ട് മർദ്ദിച്ചിരിക്കുന്ന ഒരു പോലീസുകാരൻ. നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ ഏത് വിധം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നില്ല. ആരും എന്തും ചെയ്യാം. നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസുകാരോടാണ് നമ്മളെ പ്രശ്നം നമ്മൾ പോയിട്ട് പറയാം. പക്ഷേ ഇതൊരു വല്ലാത്ത ദയനീയമായ ഒരവസ്ഥയാണ്. പോലീസുകാരുടെ ഭാഗത്ത് തന്നെ ഇതുപോലത്തെ ശുദ്ധ തെമ്മാടിത്തരം നടക്കുന്നത് കണ്ടിട്ട് കൈകെട്ടി നോക്കി നിൽക്കുന്ന ഭരണകൂടത്തിനോട് പറയട്ടെ, നിങ്ങൾക്കുള്ള മറുപടി ഉടൻ തന്നെ കിട്ടിക്കോളും. യാതൊരു സംശയവുമില്ല. ഒരു പാവം സ്ത്രീയെ ഇതുപോലെ മർദ്ദിക്കാൻ ഒരു കാരണവശാലും ഒരു കാക്കിയിട്ട പോലീസുകാരന് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ലഹരിക്കോ എന്തെങ്കിലും അടിമപ്പെട്ട് നിൽക്കുന്നവനോ അല്ലെങ്കിൽ അദ്ദേഹം ഭ്രാന്തനായിരിക്കും എന്നുള്ളതാണ്. ഒരു ഭ്രാന്തനല്ലാത്ത ഒരു പോലീസുകാർക്ക് ഇതുപോലെ മർദ്ദിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഈ രീതിയിൽ ആ പെണ്ണിൻ്റെ കയ്യിലൊക്കെ നോക്കുന്ന സമയത്ത് അടിച്ചിട്ട് ലാത്തി വെച്ചടിച്ചിട്ട് ക്രൂരമായ വേദന സഹിക്കേണ്ട ഒരവസ്ഥ ആ സ്ത്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദയനീയമാണ്. എല്ലാത്തിനും എന്തെങ്കിലും ഒരു മാറ്റം വരൽ നിർബന്ധമാണ്. ഒരു സ്ത്രീക്ക് നേരെ ഇതുപോലെ അക്രമം അയച്ചുവിട്ട പോലീസുകാർക്കെതിരെ ഉടനടി നടപടി എടുക്കണം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതാണ് പറയാനുള്ളത്. നടപടി എടുക്കുകയും വേണം, തക്കതായ ശിക്ഷ കിട്ടുകയും വേണം. ആ സ്ത്രീയോട് മാപ്പ് പറയിപ്പിക്കണം, നഷ്ടപരിഹാരവും അയാളെ കയ്യിൽ നിന്ന് കൊടുക്കണം, അയാളൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ്.